നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ തിരുവനന്തപുരത്തെ വലിയ ഊർജ്ജസ്വലനായ CPM പ്രവർത്തകനായിരുന്നു വിഷ്ണു. അദ്ദേഹമാണ് സംഘപരിവാറുകാരാൽ കൊല ചെയ്യപ്പെട്ടത്. ആ വിഷ്ണുവിൻ്റെ കുടുംബവും CPMുമായി വലിയ ബന്ധമുള്ള കുടുംബമാണ്. അതുപോലെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ സജീവ CPMൻ്റെ നേതൃത്വത്തിലും കോളേജ് മുതൽ സജീവമായി പ്രവർത്തിക്കുന്നവരാണ്. വിനോദ് ഉൾപ്പെടെയുള്ള ആളുകൾ വിഷ്ണുവിന് വേണ്ടി ഒരു രക്തസാക്ഷി ഫണ്ടുണ്ടാക്കി ഈ പാർട്ടി. അതിൽ നിന്നും പകുതി പണം കുടുംബത്തിൽ കൊടുത്തു, പകുതി പണം അടിച്ചു മാറ്റി. ഇപ്പം പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ടിൻ്റെ വിവാദം അറിയാം. ധനരാജിന് വേണ്ടി ഫണ്ട് പിരിച്ചിട്ട് ആ പണം വലിയ തുക CPM അടിച്ചു മാറ്റിയിരിക്കുകയാണ് നേതാക്കന്മാർ. അതുതന്നെയാണ് തിരുവനന്തപുരത്ത് വിഷ്ണുവിൻ്റെ രക്തസാക്ഷി ഫണ്ട് കേസിൽ നടന്നത്. എന്നിട്ട് ഇവർ ന്യായീകരിക്കുന്നത് വക്കീലിന് കൊടുത്തെന്നാണ്. ഈ ഒരാളെ കൊല ചെയ്താൽ കൊല ചെയ്യപ്പെട്ട ആളുടെ ബന്ധുക്കളല്ലല്ലോ കേസ് നടത്തുന്നത്. കേസ് പ്രോസിക്യൂഷനാണ്. എല്ലാ ക്രൈമും സ്റ്റേറ്റിനെതിരായിട്ടാണ്. എല്ലാ ക്രൈമും ആര് കുറ്റം ചെയ്താലും കുറ്റകൃത്യം ചെയ്താലും ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് അന്നത്തെ കുറ്റകൃത്യം ചെയ്താലും അത് സ്റ്റേറ്റിനെതിരായിട്ടുള്ള കുറ്റമാണ്. ഇപ്പം എല്ലാ ക്രിമിനൽ കേസുകളിലും സർക്കാരിന് വേണ്ടിയിട്ടാണ് പ്രോസിക്യൂട്ടർ ഹാജരാകുന്നത്. അപ്പോൾ എങ്ങനെ വക്കീലിന് പൈസ കൊടുക്കേണ്ടി വരുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. വക്കീൽ പൈസ കൊടുത്തെന്ന് പറഞ്ഞാൽ കൊല ചെയ്യപ്പെട്ട ആളുടെ വേണ്ടിയിട്ട് വക്കീൽ പ്രോസിക്യൂട്ടറാണ്, ഗവൺമെൻറ് പ്രോസിക്യൂട്ടർ. അപ്പോൾ കള്ളമാണ്, പണം കമത്തിയതാണ്. അത് ധനരാജിൻ്റെ രക്തസാക്ഷി ഫണ്ടും അഭിമന്യുവിൻ്റെ രക്തസാക്ഷി ഫണ്ടും തിരുവനന്തപുരത്ത് ഇപ്പോൾ വിഷ്ണുവിൻ്റെ രക്തസാക്ഷി ഫണ്ടും ആളുകളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചിട്ട് പാർട്ടി അടിച്ചു മാറ്റിയതാണ്. മാത്രമല്ല അവരെ സങ്കടപ്പെടുത്തിയത്, എന്നിട്ടും അവർ പാർട്ടിയിൽ നിന്നു. പിന്നീട് പാർട്ടി നടപടിയെടുത്തു ഇവർ പരാതി കൊടുത്തപ്പോൾ. ആ നടപടി എടുക്കപ്പെട്ട ഒരാളെ ഇപ്പോൾ ഡബിൾ പ്രൊമോഷൻ അല്ല ട്രിപ്പിൾ പ്രൊമോഷൻ കൊടുത്ത് CITUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആക്കിയിരിക്കും. അത് ആ കുടുംബത്തിന് ഒരുപാട് വേദനയും പ്രയാസവും സങ്കടവും ഉണ്ടാക്കി. എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്ന് ഈ നഗരത്തിൽ CPMൻ്റെ DYFIയുടെ SFIയുടെ ഒക്കെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന വിഷ്ണുവിൻ്റെ അനുജൻ വിനോദ്, ജ്യേഷ്ഠൻ വിഷ്ണുവിൻ്റെ ജ്യേഷ്ഠൻ വിനോദും സഹപ്രവർത്തകരും ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേരുകയാണ്. അവരെ ഞാൻ കോൺഗ്രസ് കുടുംബത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും കോൺഗ്രസിൽ അവർ ഇനി ഒരു കുടുംബാംഗമായിരിക്കും. ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള KPCC ഭാരവാഹികൾ എല്ലാവരും ഉണ്ട് എൻ്റെ കൂടെ. DCC പ്രസിഡന്റ് സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് KPCC പ്രസിഡന്റും പ്രത്യേകമായിട്ട് അത് സ്വാഗതം അറിയിച്ചിട്ടുണ്ട്. KPCC പ്രസിഡന്റും DCC പ്രസിഡന്റിനും വേണ്ടി കൂടി ഞാൻ സംസാരിക്കുന്നു. കോൺഗ്രസിലെ മുഴുവൻ നേതാക്കളുടെയും ശ്രീ K മുരളീധരൻ ഉൾപ്പെടെ ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളോടും പറഞ്ഞിട്ട് അവരെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് മോദിനെയും സഹപ്രവർത്തകരെയും ആ പ്രസ്ഥാനത്തേക്ക് സ്വീകരിക്കുന്നത്. ഞാൻ അവരെ സ്വാഗതം ചെയ്യും.